പ്രധാന വാർത്തകൾ. വൺ വേ സംവിധാനം ലംഘിച്ച വാഹനങ്ങൾ. കുന്നംകുളത്തെ പ്രധാന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മിഠായി നൽകിയ 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചുക്കു ബസാർ സ്വദേശി പുഴങ്ങരയിലെത്തി വീട്ടിൽ ഇസ്മയിലാണ് അറസ്റ്റിലായത്. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വെളിയങ്കോട് പത്തുമുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. തിപ്പലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതത്തിന് കാരണം. വാർത്തകൾ വിശദമായി. വൺ വേ സംവിധാനം ലംഘിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് കുന്നംകുളത്തെ 4 കൂടിയ പ്രധാന ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരമാണ് ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. തൃശൂർ പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിലെത്തിയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. വൺ വേ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒനീറോ ജംഗ്ഷനിൽ നിന്ന് നിയമം ലംഘിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ കടന്നുവന്നതും പ്രശ്നം കൂടുതൽ വഷളാക്കി. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെയുള്ളവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ജംഗ്ഷനിൽ വൺ വേ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. മിഠായി നൽകിയ 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച സംഭവത്തിൽ ചുക്കു ബസാർ സ്വദേശി പുഴങ്ങരയിലെത്തി വീട്ടിൽ 56 വയസ്സുള്ള ഇസ്മയിലിനെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനശ്രമം കുട്ടി മാതാപിതാക്കളോട് അറിയിച്ചതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ പാവർട്ടി പോലീസ് പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പാവർട്ടി SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. വെളിയങ്കോട് പത്തുമുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. പരിക്കേറ്റ് വെളിയങ്കോട് സ്വദേശികളായ അൻഷിഫ്, ഫാറൂഖ് എന്നിവരെ പുത്തൻപള്ളി KM ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കടവല്ലൂർ, കടങ്ങോട് എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിക്കുകയും കരാർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതം നീളാൻ കാരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം റോഡിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളും നിർമ്മാണ ജോലികളും ആരംഭിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു. പിന്നീട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ അധികൃതരോ കരാറുകാരോ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ കുഴികൾ രൂപപ്പെട്ട് കാൽനടയാത്ര പോലും അസാധ്യമായ വിധത്തിലാണ് റോഡ് ഇപ്പോൾ കിടക്കുന്നത്. തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിട്ടും യാതൊരു ഫലവുമുണ്ടായില്ല. നിലവിൽ കാലവർഷം കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം കടുത്ത പ്രയാസത്തിലായിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ നിത്യേന അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അന്തരിച്ച കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLAയുമായ PA മാധവന്റെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DCC മുൻ അധ്യക്ഷനും 2011-2016 കാലയളവിൽ മണലൂർ MLAയുമായ PA മാധവന്റെ മുണ്ടൂരിലെ വസതിയിലാണ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്.
മാധവനുമായി ദീർഘകാലമായി ഉണ്ടായിരുന്ന സൌഹൃദവും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും ആഭ്യന്തരമന്ത്രി അനുസ്മരിച്ചു. വാഹനാപകടത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ വരുന്നതിനിടെ ജൂൺ 30 രാത്രിയാണ് മാധവൻ മരണത്തിന് കീഴടങ്ങിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, അബ്ദുറഹ്മാൻ കുട്ടി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം തുടങ്ങിയവർ ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ തോടുകളും പാടശേഖരങ്ങളും നിറഞ്ഞു കവിഞ്ഞു. മഴക്കാലം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രദേശത്ത് ഇത്രയും ശക്തമായ മഴ ലഭിക്കുന്നത്. മഴയെ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ തോടുകളിലും പാടശേഖരങ്ങളിലുമുള്ള ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. മുക്കൂട്ട, കല്ലുംപുറം പാടശേഖരങ്ങളിലൂടെ ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെട്ടത്. മഴവെള്ളം കുത്തിയൊലിച്ചതോടെ പാടശേഖരങ്ങൾ മഴക്കാലത്തിന്റെ സജീവ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച പകൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് ജനങ്ങൾക്ക് ആശ്വാസമായി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടത്താറുള്ള ചിങ്ങ മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാരണാട്ട്, ജയപ്രകാശ് ഗുരുവായൂർ, KK വേലായുധൻ, KR രവീന്ദ്രാക്ഷ മേനോൻ, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. 501 പേർ അടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഓഗസ്റ്റ് 17 ചിങ്ങ മഹോത്സവം. 201 മേള കലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽത്തറ മേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തജന ഘോഷയാത്ര, ഗുരുവായൂർ ക്ഷേത്രനടയിൽ 501 ഐശ്വര്യ വിളക്ക് സമർപ്പണം, സമുദായ സമുന്നയ ജ്യോതി തെളിയിക്കൽ തുടങ്ങിയ പരിപാടികളാണ് ചിങ്ങ മഹോത്സവത്തിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മണലൂർ മുൻ MLAയുമായിരുന്ന PA മാധവന്റെ നിര്യാണത്തിൽ UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. പാവറട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ AICC സെക്രട്ടറി TN പ്രതാപൻ അധ്യക്ഷനായി. 2011-16 കാലഘട്ടത്തിൽ മണലൂർ MLA ആയിരുന്ന മാധവേട്ടന്റെ വികസന പ്രവർത്തനങ്ങളാണ് മണലൂരിന്റെ മുഖച്ഛായ മാറ്റിയതെന്നും മാധവേട്ടന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപോലെ എത്തിയിരുന്നുവെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു. 13ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും കോൺഗ്രസിന്റെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വം വഹിക്കുകയും ആരുടെയും പിൻബലമില്ലാതെ രാഷ്ട്രീയത്തിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന നേതാവ് കൂടിയാണ് മാധവേട്ടനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KK ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CC ശ്രീകുമാർ, PG സുബിദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PS ജയൻ, NJ ലിയോ, സാംസൺ ചിരിയങ്കണ്ടത്ത്, MM ഉമർ, ബെന്നി തലക്കോട്ടുകര, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻഡോലി ജോ, ഗ്രേസി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. UDF നേതാക്കളായ KB ജയറാം, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സിജു പാവറട്ടി, ജിയോ ഫോക്സ്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, പ്രസാദ് വാഗ എന്നിവർ നേതൃത്വം നൽകി. അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ 2026 ഗാർഗി പുരസ്കാരം ലഭിച്ച കേച്ചേരി തൂവാനൂർ സ്വദേശിയായ ഇന്ദിരാകൃഷ്ണനെ ജന്മനാട് ആദരിച്ചു. തൂവാനൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാകൃഷ്ണനെ പൊന്നാഴ അണിയിച്ച ശേഷം MLA ഉപഹാരവും കൈമാറി. കേച്ചേരി ഗ്രാമീണ വായനശാല ഭാരവാഹികളും ഇന്ദിരാകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, കേച്ചേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി അനീസ്, മുൻ പഞ്ചായത്ത് അംഗം MA സുബേർ, സരസ്വതി എന്നിവർ സംസാരിച്ചു. ഇന്ദിരാകൃഷ്ണന്റെ ഒഴുക്കിനെതിരെ എന്ന നോവലിനാണ് അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ ഗാർഗി പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. സ്വകാര്യ ബസ് മേഖലയെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾ തിരുത്തണമെന്നും പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് യൂണിയൻ CITU വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടിയിൽ നടന്ന വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി KP സണ്ണി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KM മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി UV ഗിരീഷ്, CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, KBTA തൃശൂർ ജില്ലാ സെക്രട്ടറി VV മുജീബ്, NS സോക്രട്ടീസ് എന്നിവർ സംസാരിച്ചു.
കേരള കർഷക സംഘം കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി തൈ വിതരണം നടന്നു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ PB അനൂപ് നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ MP സജീവ് അധ്യക്ഷനായി. സിപിഐഎം കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, കർഷക സംഘം മേഖലാ സെക്രട്ടറി VK ദാസൻ, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PM സുധീർ, UM ഗോപകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമീത സജീവൻ, കർഷക സംഘം മേഖലാ ഭാരവാഹി VV സത്യൻ, ഡിവൈഎഫ്ഐ കണ്ടാണിശ്ശേരി മേഖലാ സെക്രട്ടറി VA അരുൺ, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. LIC കുന്നംകുളം ബ്രാഞ്ച് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം തൃശൂർ ഡിവിഷൻ സീനിയർ ഡിവിഷണൽ മാനേജർ പ്രീത ഫിലിപ്പ് നിർവഹിച്ചു. കുന്നംകുളം കോട്ടയിൽ റോഡിലെ ലുലു കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്രാഞ്ച് തൃശൂർ റോഡിലെ AB മാളിലെ 3ാം നിലയിലേക്കാണ് മാറ്റിയത്. ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ മനോജ് മാത്യു, കുന്നംകുളം ബ്രാഞ്ച് ചീഫ് മാനേജർ NM വാസുദേവൻ എന്നിവർ സംസാരിച്ചു. LIC ജീവനക്കാർ, ഓഫീസർമാർ, ഡെവലപ്മെന്റ് ഓഫീസർമാർ, ഏജന്റുമാർ, ചീഫ് അഡ്വൈസേഴ്സ്, LIC അസോസിയേറ്റ്സ് പോളിസി ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മാപ്പിളകല അക്കാദമി ചാവക്കാട് താലൂക്ക് ചാപ്റ്ററും എടക്കഴിയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര മ്യൂസിക് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. സംഗീതം ലഹരിയാക്കൂ എന്ന പ്രമേയത്തിലാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. വടക്കേ പുന്നയൂർ സെന്ന ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ യാത്ര പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഫ്ളാഗ് ഓഫ് ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ കരോക്കെ ഗാനമേളയുടെ അകമ്പടിയോടെയാണ് ആരംഭിച്ചത്. കുരഞ്ഞിയൂർ എടക്കര പഞ്ചായത്ത് ഓഫീസ്, തെക്കേ മദ്രസ അയ്യപ്പൻകാവ്, മന്നലാംകുന്ന് ബീച്ച്, D-സോൺ നാലാങ്കല്ല് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി പഞ്ചവടി ബീച്ചിൽ സമാപിക്കും. പുന്നയൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനാഷ് മച്ചിലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ദിൽക്കി ആവാസ് സെക്രട്ടറിയും ജാഥ വൈസ് ക്യാപ്റ്റനുമായ RV ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വയലത്തൂർ AM LP സ്കൂൾ റിട്ടയേർഡ് പ്രധാനാധ്യാപകനായിരുന്ന MK സലിംകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ദിൽക്കി ആവാസ് രക്ഷാധികാരി മജീദ് കഴവന്തോട്, മാപ്പിളകലാ അക്കാദമി ജില്ലാ സെക്രട്ടറി സലീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേളയും ഉണ്ടായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംഘാടക സമിതി വൈസ് പ്രസിഡന്റ് അഷ്റഫ് വാരിങ്ങാട്, ട്രഷറർ ബഷീർ മാരാത്ത് തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും സാമൂഹ്യ പൊതുപ്രവർത്തകരും സംഘാടക സമിതി പ്രവർത്തകരും സന്ദേശങ്ങൾ നൽകും. സമാപന പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് MK ഷഹർബാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ചൂരൽമല ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട് സർക്കാർ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ച ശശീധരനാണ് സംഘടന വീട് വെച്ചു നൽകിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന താക്കോൽദാനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് കണ്ണശ, ജനറൽ സെക്രട്ടറി മുജീബ് പുളയ്ക്കൽ, PK മുഹമ്മദ് ഹാജി, B വേണുഗോപാൽ നായർ, ആദർശ് വർമ്മ, സൂസമ്മ മാമച്ചൻ, Dr. S വിക്രമൻ, അബ്ദുൾ ഗനി തുടങ്ങിയവർ പങ്കെടുത്തു. K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മന്നലാംകുന്ന് കരുണാഭവനിൽ നടന്ന പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ, ഭാരവാഹികളായ നവാസ് കിഴക്കൂട്ട്, ഷഹീർ പടിഞ്ഞാറയിൽ, പുന്നയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രജോഷ് പ്രതാപൻ, ഫൗണ്ടേഷൻ GCC ചെയർമാൻ KH നൌഷാദ്, രക്ഷാധികാരി ഫക്രുദ്ദീൻ പടിഞ്ഞാറയിൽ, GCC വൈസ് ചെയർമാൻ വിതേഷ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സുൽത്താൻ മന്നലാംകുന്ന് സ്വാഗതവും ഷംറൂദ് പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. UNA-യുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ഇടവക വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര വിഷയാവതരണം നടത്തി. സർക്കാർ നഴ്സുമാർക്കുള്ള മിനിമം വേതനം അടിയന്തരമായി പ്രഖ്യാപിച്ച് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സഭയ്ക്കെതിരെ നിഗൂഢ ശക്തികൾ ആസൂത്രണം ചെയ്യുന്ന പ്രചാരണങ്ങളെയും സമരങ്ങളെയും ശക്തമായി നേരിടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണത്തിനും തുടക്കമിട്ടു. പ്രതിനിധി യോഗം സെക്രട്ടറി ജിഷോ എത് പുത്തൂർ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ഏകോപന സമിതി സെക്രട്ടറി പി.ഐ. ലാസർ, ക്ലേലിയ മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ സി.എ. ജോഷി, ജോഷിമോൻ നീലങ്കാവിൽ, ജോസഫ് ജോർജ്, ജോയ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് തോം പള്ളിയിൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പാസ്റ്ററൽ കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. ഇടവക വിശ്വാസികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റം ഫൊറോനയിലെ ഇടവകകളിലെ എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റുമാരുടെയും ഏകോപന സമിതി, കുടുംബ കൂട്ടായ്മ, കേന്ദ്രസമിതി എന്നിവരുടെയും സംയുക്ത യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന മധ്യകേരളത്തിന്റെ അഭിമാനമായ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ UNAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനാവശ്യ സമരത്തിനെതിരെയും യോഗം പ്രതിഷേധിച്ചു. പാവപ്പെട്ടവരുടെ ആശ്രയമായ മിഷൻ ആശുപത്രികൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് ഭാരവാഹികളുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷത വഹിച്ചു. ജോമി ജോൺസൺ, വി.കെ. ജോർജ്, ഫാദർ ജേസൺ മാറോക്കി, ജോസ് പോന്നൂർ എന്നിവർ സംസാരിച്ചു. മരുത്തംകോട് മേരിമാതാ പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിനിധിയോഗം, കുടുംബ കൂട്ടായ്മകൾ, ഏകോപന സമിതി, വിശ്വാസ പരിശീലന യൂണിറ്റ്, വിവിധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു. ഫാദർ ജോസ് എടാട്ടുകാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടവക ട്രസ്റ്റി ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. പ്രതിനിധിയോഗം സെക്രട്ടറി MP സിജോ, ട്രസ്റ്റി തോമസ് ചക്രമാക്കിൽ, ജോസ് CV, രജി മണ്ടുമ്പാൽ, സിസ്റ്റർ സുതാര്യ, സിജോ MJ, ജാർലി റോബർട്ട്, ബേബി മേക്കാട്ടുകുളം എന്നിവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധിയോഗം സെക്രട്ടറി വർഗീസ് കൈതാരത്ത്, ട്രസ്റ്റിമാരായ സൈമൺ വടക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ എന്നിവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മ അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും ഇടവക വിശ്വാസികളും യോഗത്തിൽ പങ്കെടുത്തു. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സ് സമരത്തിന്റെ മറവിൽ ജനകീയ ആശുപത്രികൾ അടച്ചുപൂട്ടാനും അതുവഴി ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് ചിറ്റാട്ടുകര ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് അഭിപ്രായപ്പെട്ടു. ഇടവകയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ TV ആൻഡോ, AC ജെയിംസ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. മറ്റം ഇടവകയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ റാലി മറ്റം സെന്ററിലെത്തി സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ സദസ്സിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറും അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ഡെയ്സൺ പാണങ്ങാടൻ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപത ആസ്ഥാനത്തെ ഉപരോധിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ UNA നടത്തിയ സമരപരിപാടികൾ ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് അധ്യക്ഷനായി. മറ്റം ഇടവക പള്ളി ട്രസ്റ്റി CK ജോയ്, പ്രതിനിധിയോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ CO ജെയ്സൺ, ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് CL ആന്റണി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് EF സണ്ണി, KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, അനൽ ആൻഡു എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൽ കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ, ഭക്തസംഘടനാ ഭാരവാഹികൾ, പ്രതിനിധിയോഗം അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. KCYM ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വായനാ മാസാചരണത്തോടനുബന്ധിച്ചൊരുക്കിയ പുസ്തകവണ്ടി ശ്രദ്ധേയമായി. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികളിലെ വായന വളർത്താനും വായനയോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കാനും വായനയിലൂടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനും വേണ്ടി വായനാ വണ്ടി തയ്യാറാക്കിയത്. നിറയെ പുസ്തകങ്ങളുമായി എത്തിയ വണ്ടി പ്രധാന അധ്യാപിക ജൻസി ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സീമ ടീച്ചർ, ഷേർലി ടീച്ചർ, മറ്റ് അധ്യാപകരും ചേർന്ന് വായനാ വണ്ടി കുട്ടികൾക്കായി തുറന്നു നൽകി. അധ്യാപകരായ ഫെമിത ടീച്ചർ, സൗമ്യ, സാം, അനുജ ടീച്ചർ, മറീന, അലൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനാക്കുറിപ്പ് മത്സരവും കയ്യെഴുത്ത് മാസിക രചനാ മത്സരവും സംഘടിപ്പിച്ചു. കെ കരുണാകരൻ സ്റ്റഡീസ് സെന്റർ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 108ാം ജന്മദിനാനുസ്മരണം നടത്തി. പടിഞ്ഞാറേ നടയിൽ നടന്ന അനുസ്മരണ യോഗം TCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡീസ് സെന്റർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KB വിജു അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ KV ഷാനവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CV സുരേന്ദ്രൻ മരക്കാർ, ശശി വാറനാട്ട്, മോഹൻദാസ് ചേലനാട്ട്, ബാലൻ വാറനാട്ട്, OR പ്രതീഷ്, സ്റ്റീഫൻ ജോസ്, KV യൂസഫ് അലി, അക്ബർ ചേറ്റുവ, V മുഹമ്മദ് ഗൈസ് തുടങ്ങിയവർ സംസാരിച്ചു.
ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ UKG കുരുന്നുകൾ ഒരുക്കിയ അഭിനയം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി. ബഷീറിന്റെയും പാത്തുമ്മയുടെയും പ്രണയവും കുസൃതിയും നിറഞ്ഞ ലോകത്തേക്ക് കുട്ടികളെ കൈപ്പിടിച്ചു കൊണ്ടുപോയാണ് ഇവർ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം. കൊപ്പം അഴകൻ കണ്ടത്തിൽ നസീർ ഷെഹരിയ ദമ്പതികളുടെ മകൻ ഷൈസാൻ സഹക് ബഷീറായും പെരുമ്പിലാവ് ചാത്താത്തയിൽ താഹ നസീമ ദമ്പതികളുടെ മകൾ ഇസ ആമന പാത്തുമ്മയായും വേഷമണിഞ്ഞു. കുട്ടികളുടെ സംഭാഷണശൈലിയും ഭാവങ്ങളും അക്ഷരാർത്ഥത്തിൽ ബഷീറിനെ ഓർമ്മിപ്പിച്ചു. വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിലും നിമിഷങ്ങൾക്കകം വൈറലായി. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കുരുന്ന് കലാകാരന്മാരെ അഭിനന്ദിച്ചു. ചരമം കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ കോഞ്ഞാങ്ങത്ത് വീട്ടിൽ NK ലീല നിര്യാതയായി. 86 വയസ്സായിരുന്നു. KCB കുന്നംകുളം റിട്ടയേർഡ് ജീവനക്കാരിയാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തി. സുബ്രഹ്മണ്യൻ ഭർത്താവാണ്. കുന്നംകുളം കുന്നത്തങ്ങാടി പുലിക്കോട്ടിൽ ചാക്കോ ഭാര്യ ഗീത നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഗ്ലിൻഡ, ലിൻഡ എന്നിവർ മക്കളാണ്. വെള്ളറക്കാട് മനപ്പടി പരേതനായ ചാലിശ്ശേരി ഔസേപ്പ് ഭാര്യ മേരി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ഫ്രാൻസിസ്, ഫ്ലോറൻസ്, പ്രിൻസ്, ബെൻസി എന്നിവർ മക്കളാണ്. കാട്ടുകാമ്പാൽ കരിയാമ്പ്ര കുത്തൂർ ജോണി നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സിയാണ് ഭാര്യ. ബിജേഷ്, അജേഷ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വൺ വേ സംവിധാനം ലംഘിച്ച വാഹനങ്ങൾ. കുന്നംകുളത്തെ പ്രധാന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മിഠായി നൽകിയ 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചുക്കു ബസാർ സ്വദേശി പുഴങ്ങരയിലത്ത് വീട്ടിൽ ഇസ്മയിലാണ് അറസ്റ്റിലായത്. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വെളിയങ്കോട് പത്തുമുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. തിപ്പലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതത്തിന് കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.